ഓം ശുക്ലാംബരധരം ദേവം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ആത്മഭാവങ്ങളെ, പുരാണങ്ങളിലൂടെയുള്ള നമ്മുടെ തീർത്ഥയാത്രയിൽ ഇന്നത്തെ കഥ ഗണപതി മഹാഭാരതം എഴുതാൻ ഇടയായ കഥയാണ്. പ്രിയരെ, 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചതോടെ വിജയികളായ പാണ്ഡവർ രാജാധികാരം ഏറ്റെടുത്തു. എന്നാൽ യുദ്ധത്തിന്റെ അവസാനത്തിൽ നേടിയെടുത്ത വിജയം പാണ്ഡവരെ പൂർണ്ണമായും തൃപ്തരാക്കിയില്ല. ഉറ്റവരും ഉടയവരുമായ അനേകം യോദ്ധാക്കളെ കൊന്നൊടുക്കിയതിന്റെ പാപബോധം പാണ്ഡവരെ പിന്തുടർന്നു. ഒടുവിൽ ഉത്തരയുടെ പുത്രനായ പരീക്ഷിത്തിനെ രാജ്യാധികാരം ഏൽപ്പിച്ച ശേഷം പാണ്ഡവർ ദ്രൗപദിയോടൊപ്പം സ്വർഗലോകം പോയി. ഇതോടെ മഹാഭാരത കഥ പരിപൂർണമായി. അപ്പോൾ വ്യാസഭഗവാൻ വീണ്ടും തപസ്സിൽ മുഴുകി ഏകാഗ്രനായി തീർന്ന വ്യാസന്റെ മനോമുഖരത്തിൽ മഹാഭാരത കഥ മുഴുവൻ തെളിഞ്ഞുവന്നു. ആയിടക്ക് ഒരിക്കൽ ബ്രഹ്മദേവൻ വ്യാസന്റെ സമീപത്ത് ചെന്നു. സംഭാഷണമധ്യേ ബ്രഹ്മദേവനോടായി വ്യാസൻ പറഞ്ഞു, പാണ്ഡവ കൗരവരുടെ കഥ അത്യന്തം എന്റെ മനോമുഖരത്തിൽ നിറഞ്ഞുകഴിഞ്ഞു. ഒരു കാവ്യമാക്കി മാറ്റിയാൽ അത് ലോകത്തെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഒന്നായിത്തീരുമെന്നതിൽ സംശയമില്ല. പക്ഷേ ഞാൻ പറഞ്ഞുകൊടുക്കുന്ന കാവ്യം കേട്ട് എഴുതിയെടുക്കാൻ പറ്റിയ ഒരാൾ ആവശ്യമാണ്. അങ്ങ് ഒരാളെ നിർദ്ദേശിച്ചാലും. ബ്രഹ്മദേവൻ അല്പം ചിന്താമഗ്നനായിത്തീർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഉത്തരം കിട്ടിയ മട്ടിൽ അദ്ദേഹത്തിന്റെ മുഖം തെളിഞ്ഞു. ബ്രഹ്മദേവൻ ഗണപതിയെ സ്മരിച്ചു. ഉടൻ തന്നെ ഗണപതി ദേവന് മുന്നിൽ പ്രത്യക്ഷനായി. മുന്നിൽ കൂപ്പുകൈകളുമായി നിൽക്കുന്ന ഗണപതിയോട് ബ്രഹ്മദേവൻ ഇങ്ങനെ അരുളി ചെയ്തു: അല്ലയോ മഹേശ്വരപുത്ര, ഭഗവാൻ വ്യാസൻ പാണ്ഡവ കൗരവ കഥ എഴുതാൻ താൽപര്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് അത് എഴുതിയെടുക്കാൻ പാണ്ഡിത്യവും കഴിവുമുള്ളത് അങ്ങേക്ക് മാത്രമാണ്. അങ്ങ് ആ പ്രവൃത്തി ഏറ്റെടുത്ത് ഭാരതകഥാരചനയ്ക്ക് സഹായം അരുളിയാൽ. എന്നാൽ ഒരു പകർത്തെഴുത്തുകാരനായി മാറുന്നതിൽ ഗണപതിക്ക് താൽപര്യം തോന്നിയില്ല. പക്ഷേ ബ്രഹ്മദേവന്റെ വാക്കുകൾ തിരസ്കരിക്കുന്നതെങ്ങനെ? ഒടുവിൽ ഇടയ്ക്ക് എഴുത്താണി നിർത്താൻ ഇടയാകാതെ അനർഗളമായി കാവ്യം ചൊല്ലിക്കൊടുക്കുന്ന പക്ഷം എഴുതിക്കൊടുക്കാമെന്ന് ഗണപതി വ്യവസ്ഥ ചെയ്തു. സന്തുഷ്ടനായിത്തീർന്ന വ്യാസഭഗവാൻ ഗണപതിയോടായി പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ വ്യവസ്ഥ ഞാൻ പാലിക്കാം. പക്ഷേ എനിക്കും ഒരു ഉപാധി മുന്നോട്ട് വെക്കാനുണ്ട്. എന്തെന്നാൽ ഞാൻ അനർഗളമായി കാവ്യം ചൊല്ലുമ്പോൾ അങ്ങ് അർത്ഥം അറിയാതെ അത് എഴുതരുത്. അങ്ങയ്ക്ക് സമ്മതമാണെങ്കിൽ കാവ്യം ആരംഭിക്കാം. വ്യാസനിർദ്ദേശം ഗണപതിക്ക് സ്വീകാര്യമായി. അതനുസരിച്ച് മഹാഭാരതം 3 വർഷം കൊണ്ട് എഴുതിത്തീർത്തു. സ്നേഹപൂർവ്വം, രഞ്ജൻ, കയനാടത്ത്.